നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെ ആകാംക്ഷ തുടരുകയുമാണ്. വർക്കലയിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് മത്സരിക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വം അതൃപ്തി അറിയിച്ചു എന്ന വിവരമുണ്ട്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കവുമുണ്ട്. ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ നാളെ ഡൽഹിയിലേക്ക് തിരിക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും ആലോചനകളിലേക്കും കടന്നിരിക്കുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുകയാണ്. ജില്ലാ ഘടകങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികകൾ ഇന്ന് സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതിൽ ആകാംക്ഷ ഉണർത്തുന്ന ഒന്നാണ് മട്ടന്നൂരിൽ KK ശൈലജ മത്സരിക്കാൻ ഉണ്ടാകുമോ എന്നത്. ഇപ്പോൾ V. ജോയുടെ കാര്യത്തിൽ V. ജോയ് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ വർക്കലയിൽ സീറ്റ് നൽകേണ്ടതില്ല എന്ന അഭിപ്രായം പോയിട്ടുണ്ടെന്ന് അറിയുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി ചർച്ച നടത്താൻ പ്രധാന നേതാക്കൾ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നാളെ ഡൽഹിക്ക് തിരിക്കുകയുമാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. നിർണായകമായ സെക്രട്ടറി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളാണ് പ്രധാന ചർച്ചയാകുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കൂടി പ്രാഥമികമായി പരിഗണിക്കേണ്ട പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുക. എന്നാൽ അതിനു മുമ്പ് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ മറ്റാരെങ്കിലും മത്സരിക്കണോ, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ആരൊക്കെ മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒരു ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ 2 ടേം നിബന്ധന കർശനമാക്കണോ, അതോ വിജയസാധ്യത പരിഗണിച്ച് എല്ലാവർക്കും ഇളവ് നൽകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങൾ കൂടി അക്കാര്യത്തിൽ പരിഗണിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആദ്യം ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാണ് വിശദമായ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് MA ബേബിയും ഈ യോഗത്തിൽ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നയിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹം മത്സരിച്ചുകൊണ്ട് നയിക്കുമോ, അതോ മറിച്ച് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം മത്സരിക്കാതെ നയിക്കുകയാണോ എന്നീ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ പാർട്ടിക്കുണ്ട്. അതിലേത് വഴിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ജനപ്രിയ നേതാവായ KK ശൈലജയ്ക്ക് മത്സരിക്കാൻ വീണ്ടും അവസരമുണ്ടോ എന്ന ചോദ്യം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ച പേരുകളിൽ KK ശൈലജയുടെ പേരില്ല. 2 ടേം പിന്നിട്ടതുകൊണ്ടാണ് ശൈലജയ്ക്ക് മട്ടന്നൂർ പരിഗണിക്കുന്നതെന്നാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം. ശ്രീജിത്ത്, ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതിൽ പ്രധാനമായും ഉണ്ടാകാൻ പോകുന്ന തീരുമാനം ഇപ്പോൾ 2 ടേം എന്ന നിബന്ധന CPMൽ കൊണ്ടുവരേണ്ടതുണ്ടോ, അതോ വിജയസാധ്യത വിന്നബിലിറ്റി എന്നതാണോ മാനദണ്ഡമാക്കുന്നതോടൊപ്പം KK ശൈലജ അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ ആകാംക്ഷ നിലനിർത്തുന്നു. ജില്ലാ ഘടകങ്ങൾ നൽകിയിരിക്കുന്ന സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുകയും അതിന്മേലുള്ള ചർച്ചയുമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്ക് നിർദ്ദേശങ്ങൾ പോവുകയും അവിടെ നിന്നുള്ള ആലോചനകൾക്ക് ശേഷമാണ് അന്തിമമായി പട്ടിക രൂപപ്പെടാൻ പോകുന്നത്. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ ശ്രീജിത്ത് നൽകുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തുന്ന കൂടിയാലോചനകളുടെ കൂടി ഭാഗമായിട്ടായിരിക്കും. നാളെയാണ് ഇരു നേതാക്കളും ഡൽഹിയിലേക്ക് പോകുന്നത്. അങ്ങനെ മുന്നണികളിൽ സജീവമായി മാറുന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. സ്ഥാനാർത്ഥികളെ ആരൊക്കെ പരിഗണിക്കണം, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം, ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും വിജയസാധ്യതകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും നേതാക്കളുടെ പട്ടിക ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഇതിൽ മുന്നണികളുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരാനിരിക്കുന്നു, അതിന്റെ ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.